നമസ്കാരം. കേരള അക്കൗണ്ട് കോഡിന്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ചിലർക്കൊരു സംശയം വരുന്നുണ്ട്. നമ്മളിതിങ്ങനെ മലയാളത്തിൽ പറയുമ്പോൾ അത് പിന്നെ അവിടെ മലയാളം ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് മലയാളത്തിലേക്ക് പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ സുഖമൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. മലയാളത്തിൽ തർജ്ജമ ചെയ്ത ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഇപ്പോഴുള്ള ഈ പരീക്ഷകൾ, ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ എല്ലാ പരീക്ഷകളും ഒക്കെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഉത്തരം ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. പണ്ടത്തെ പോലെ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് എഴുതി വെച്ചാൽ പോരാ. അപ്പൊ ഇതില് കുറെ ചോദ്യവും ആൻസർ, ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ട് ചോദ്യവും ആൻസറും പറയും. അപ്പൊ ചോദ്യവും ആൻസറും ഇങ്ങനെ ബൈഹാർട്ടാക്കേണ്ട രീതിയാണ്. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് ക്ലാസ്സുകൾ എടുക്കുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ പ്രാഥമികവും ഇനീഷ്യൽ ആൻഡ് സബ്സിഡിയറി അക്കൗണ്ട്സ് റൂൾസ്, പ്രാഥമികവും അനുബന്ധവുമായ അക്കൗണ്ട്സ് റൂൾസ് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? അക്കൗണ്ട്സ് റൂൾസ് പ്രാബല്യത്തിൽ വന്നത് 1/4/1937 അടുത്ത ചോദ്യം. ഡാഷിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 വിവരിക്കുന്നത്. ഡാഷിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ഇപ്പൊ ആരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാല് അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, CA&AGയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1 വിവരിക്കുന്നത്. കേരള അക്കൗണ്ട് കോഡ് എത്ര വോളിയം ഉള്ളതെന്ന് നമുക്കറിയാം. കേരള അക്കൗണ്ട് കോഡ് ശരിക്കും 3 വോളിയം ഉണ്ട്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അധികാരങ്ങളും ചുമതലകളും ലഭിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ഇത് നമ്മൾ പറഞ്ഞതാണ്. CA&AGക്ക് കിട്ടുന്ന അധികാരം കോൺസ്റ്റിറ്റ്യൂഷനിലെ 149, 150 ആർട്ടിക്കിൾ പ്രകാരമാണ്. അടുത്ത ചോദ്യം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നഷ്ടം പ്രദർശിപ്പിക്കാൻ നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും നൽകുന്നത് ആരാണ്? അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നഷ്ടം പ്രദർശിപ്പിക്കാൻ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നടപടികളും നൽകുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് CA&AG ആണ്. അടുത്ത ചോദ്യം. ഗവർണർക്ക് സമർപ്പിക്കുന്നതിനായി ഫിനാൻസ് അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ആരാണ്? ഗവർണർക്ക് സമർപ്പിക്കാനായിട്ട് ഫിനാൻസ് അക്കൗണ്ട് തയ്യാറാക്കുന്നത് സംസ്ഥാനത്തെ അക്കൗണ്ടന്റ് ജനറലാണ്. അത് തയ്യാറാക്കി ഇന്ത്യയിലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് സമർപ്പിക്കുന്നു. അതുവഴിക്കാണ് വീണ്ടും എവിടെ എത്തുന്നത്? ഗവർണറിലേക്ക് എത്തുന്നത്. അടുത്ത ചോദ്യം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുന്നതിനായി, അതിനാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്, ഒരു സാമ്പത്തിക വർഷത്തിലെ ചെലവുമായി ബന്ധപ്പെട്ട ഒരു മിനിറ്റ് ഒരു ചോദ്യം നോക്കട്ടെ. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കുന്നതിനായിട്ട്, അതായത് അപ്രോപ്രിയേഷൻ, ഒരു സാമ്പത്തിക വർഷത്തിലെ ചെലവുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഏതാണ്? അപ്പൊ അതിന്റെ ചെലവ്, അപ്രോപ്രിയേഷന്റെ ചെലവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഏതാണ്? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോം നിശ്ചയിക്കുന്നത് ആരാണ്? ഫോമുകൾ നിശ്ചയിക്കാനുള്ള അധികാരം അത് അക്കൗണ്ടന്റ് ജനറൽ വഴിക്ക് CA&AGക്കാണ്. ഓരോന്നിന്റെയും ഫോമുകൾ നിശ്ചയിക്കുന്നത് ശരിക്കും CA&AG ആണ്. അത് പോകേണ്ടത് ത്രൂ അക്കൗണ്ടന്റ് ജനറൽ വഴിക്ക്
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഒരു സാമ്പത്തിക വർഷത്തിൽ നടത്തിയ ചെലവുകളെ അപ്രോപ്രിയേഷൻ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിവിധ ഇനങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ അക്കൗണ്ടുകളുടെ ലക്ഷ്യം. അതായത് അപ്രോപ്രിയേഷൻ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള വിവിധ ഇനങ്ങളുമായിട്ട് ഒരു സാമ്പത്തിക വർഷത്തിൽ നടത്തിയ ചെലവുകളെ എന്നതാണ് ഈ അക്കൗണ്ടുകളുടെ ലക്ഷ്യം. അത് ഏത് അക്കൗണ്ടാണെന്നാണ് ചോദിച്ചത്. അത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അപ്രോപ്രിയേഷൻ നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള സാമ്പത്തിക വർഷത്തിലെ നടത്തിയ ചെലവുകളാണ്. അപ്പോൾ ആ അക്കൗണ്ടുകൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ലക്ഷ്യം എന്താണ്? അത് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ആക്റ്റിലെ ഷെഡ്യൂളുകളിൽ വ്യക്തമാക്കിയിട്ടുള്ള വിവിധ ഇനങ്ങളുമായി ഒരു സാമ്പത്തിക വർഷത്തിൽ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെലവുകളെ താരതമ്യം ചെയ്യാം. നമ്മൾ ആ അപ്രോപ്രിയേഷൻ ആദ്യം നടത്തും. അത് കഴിഞ്ഞ് അത് അപ്രോപ്രിയേഷൻ പിന്നെ നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ അത് അപ്രോപ്രിയേഷൻ ആക്ട് ആവും. ആ അപ്രോപ്രിയേഷൻ ആക്റ്റുകളിലെ ഷെഡ്യൂളുകളിൽ ഓരോന്നർക്കും അലോട്ട്മെന്റ് അപ്രോപ്രിയേഷൻ ഉണ്ടാവും. അത് അവസാനം ആ സാമ്പത്തിക വർഷത്തിന്റെ അക്കൗണ്ടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെലവുകളുമായിട്ട് താരതമ്യപ്പെടുത്തലാണ് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ലക്ഷ്യം. അപ്പൊ ചെലവ് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അപ്രോപ്രിയേഷനെ കടന്നുപോയിക്കൂടാ. അതായത് ഒരു ബഡ്ജറ്റിൽ വകയിരുത്തിയ തുകയേക്കാൾ കൂടുതൽ സാധാരണഗതിയിൽ നോർമൽ കേസിൽ അത് പിന്നെ ചെലവ് അതിനെ കടന്ന് പോയിക്കൂടാ എന്നാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഒരു സാമ്പത്തിക വർഷത്തിലെ ചെലവിനെ അന്തിമ ഗ്രാന്റ് അല്ലെ അപ്രോപ്രിയേഷനുമായി താരതമ്യം ചെയ്യുന്നത് എന്താണ്? അതായത് സാമ്പത്തിക വർഷത്തിലെ ചെലവിനെ താരതമ്യം ചെയ്യാനുള്ള ഒരു ഉപാധി അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകൾ എന്നാൽ എന്താണ്? അതാണ് ചോദ്യം. അപ്പോൾ അതായത് എക്സസ് ചെലവുകൾ, അധിക ചെലവുകൾ അല്ലെങ്കിൽ മിച്ചം എന്നിവ കാണിക്കുന്നതിനായിട്ട് അപ്രോപ്രിയേഷൻ ആക്ടിലെ ഷെഡ്യൂളിൽ വ്യക്തമാക്കിയ അപ്രോപ്രിയേഷൻ എന്നിവയുമായി താരതമ്യം ചെയ്ത് ഓരോ സാമ്പത്തിക വർഷത്തെയും ചെലവുകളുടെ അക്കൗണ്ടുകൾ ഇവയാണ് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടുകളിൽ ബഡ്ജറ്റിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക, അതായത് അപ്രോപ്രിയേഷൻ നടത്തി അത് അപ്രോപ്രിയേഷൻ ആക്റ്റായി മാറി അതിനുശേഷം ചെലവുകളൊക്കെ ചെയ്തതിന് ശേഷം ഒന്നുകിൽ എക്സസ് ചെലവുണ്ടാവാം അല്ലെങ്കിൽ മിച്ചം ഉണ്ടാവാം, സേവിങ്സ് എന്നിവ കാണിക്കുന്നതിനായിട്ട് അപ്രോപ്രിയേഷൻ ആക്റ്റിലെ ഷെഡ്യൂൾ വ്യക്തമാക്കിയ ചാർജ് ചെയ്ത അല്ലെങ്കിൽ വോട്ട് ചെയ്ത ഫണ്ടുകൾ, അപ്രോപ്രിയേഷൻ എന്നിവയുമായി താരതമ്യം ചെയ്ത് ഓരോ സാമ്പത്തിക വർഷത്തിലെയും ചെലവുകളുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതാണ് ഈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ ശേഖരിക്കുന്ന നികുതികൾ എന്തിന്റെ ഭാഗമാണ്? അത് സർക്കാർ ശേഖരിക്കുന്ന നികുതികൾ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമാണ്. ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നികുതി ഓർമ്മിച്ചു വെക്കുക, കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെ ഭാഗമാണ്. ഇനി സർക്കാർ കണക്കുകൾ വെച്ചു പോകുന്നത് ഏതൊക്കെ 3 ഭാഗങ്ങളിലായിട്ടാണ് സർക്കാരിന്റെ കണക്കുകൾ വെച്ചു പോരുന്നത്? അത് ഏതൊക്കെയാണ് നമുക്കറിയാം. കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഈ 3ലാണ് സർക്കാരിന്റെ കണക്കുകളൊക്കെ നമ്മൾ വെച്ചു പോരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്താണ് അറിയപ്പെടുന്നത്? കേന്ദ്ര സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഒരു ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? അതായത് ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ 3 ഉണ്ട്. അതായത് കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. അതായത് റവന്യൂ വരവുകളും ചെലവുകളും. 1 റവന്യൂ
വരവുകളും, അയ്യോ ചോദ്യം ഇതാണ്, ചോദ്യം മാറിപ്പോയി. ഒരു ഗവൺമെന്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്നാ ചോദ്യം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുന്നത് ഒന്ന് റവന്യൂ റെസീറ്റ് അല്ലെങ്കിൽ റവന്യൂ വരവുകൾ, പിന്നെ റവന്യൂ ചെലവുകൾ, റവന്യൂ എക്സ്പെൻഡിച്ചർ, പിന്നെ ക്യാപിറ്റൽ റെസീറ്റ് അതായത് മൂലധന വരവുകൾ, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെലവുകൾ, പിന്നെ പൊതുകടം, പിന്നെ വായ്പകൾ, പിന്നെ അഡ്വാൻസ്. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, പൊതുകടം, വായ്പകൾ, ഇത്രയുമാണ് അഡ്വാൻസുകൾ. ഇതാണ് ഒരു ഗവൺമെന്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം, പബ്ലിക് അക്കൗണ്ട് എന്നത് എങ്ങനെയുള്ള അക്കൗണ്ടാണ്? പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതല്ലാത്ത എല്ലാ പൊതുപണവും പബ്ലിക് അക്കൗണ്ടാണ്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാത്ത അതിൽ ക്രെഡിറ്റ് ചെയ്യുന്നതല്ലാത്ത എല്ലാ പൊതുപണവും എന്താണ്? പബ്ലിക് അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം, അക്കൗണ്ടന്റ് ജനറൽ ആർക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അക്കൗണ്ടന്റ് ജനറൽ ആരുടെ കീഴിലാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടിന്റെ രൂപീകരണത്തെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ഏത് ആർട്ടിക്കിളിലാണ്? ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടിന്റെ ഫോർമേഷനെ കുറിച്ച്, രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 267 ആണ്. ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടിന്റെ നിയന്ത്രണം ആർക്കാണ്? ഇന്ത്യയുടെയാണ് കേട്ടോ. കണ്ടിൻജൻസി ഫണ്ടിന്റെ നിയന്ത്രണം പ്രസിഡന്റിനാണ്, നമുക്കറിയാം. കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആകസ്മികമായിട്ടുണ്ടാകുന്ന, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്ന ചെലവുകൾ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. ആ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് നമ്മൾ ആ സമയം, പ്രത്യേക സമയമാണ്, ചിലപ്പോൾ നിയമസഭയിലോ ലോക്സഭയിലോ അത് അവതരിപ്പിച്ച് പാസ്സാക്കാൻ കഴിയാത്ത ആവശ്യങ്ങൾ ഉണ്ടാവും, പെട്ടെന്ന് പണം വേണ്ടി വരും. ആ സമയത്ത് ത്രൂ പ്രസിഡന്റിന് അനുവദിക്കുന്ന ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. സംസ്ഥാനമാണെങ്കിൽ ഗവർണറാണ് അനുവദിക്കുക. അതിനുശേഷം ഇത് ലെജിസ്ലേറ്റീവ്, നിയമസഭ അല്ലെങ്കിൽ ലോക്സഭ പാസ്സാക്കി ആ പണം തിരിച്ചു കൊടുക്കണം. അപ്പോൾ താൽക്കാലികമായിട്ട് പറയുന്ന അല്ലെങ്കിൽ അഡ്വാൻസ് ആയി ലഭിക്കുന്ന ഒരു ഫണ്ട് മാത്രമാണ് കണ്ടിൻജൻസി ഫണ്ട്. കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് എടുക്കുന്ന പണം തിരിച്ചടയ്ക്കേണ്ടതാണ് അങ്ങോട്ട് തന്നെ. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ടിൽ നിന്ന് ചെലവുകൾക്ക് അനുമതി നൽകാനുള്ള അധികാരം ആർക്കാണ്? സംസ്ഥാനത്തിന്റെ കണ്ടിൻജൻസി ഫണ്ട് എപ്പോഴും ആരുടെ കീഴിലാണ്? ഗവർണർ കീഴിലാണ്. ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ട് ആരുടെ കീഴിലാണ്? നിയന്ത്രണത്തിലാണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കണ്ടിൻജൻസി ഫണ്ടിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഞാൻ പറഞ്ഞല്ലോ, പ്രതീക്ഷിക്കാത്ത ചെലവുകൾ നിറവേറ്റുന്നതിനായി ഇന്ത്യൻ പ്രസിഡന്റിന് അഡ്വാൻസുകൾ നൽകാൻ സഹായിക്കുക. അത് കണ്ടിൻജൻസി ഫണ്ട് എന്നാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ അഡ്വാൻസ് അല്ലെങ്കിൽ മുൻകൂർ അല്ലെങ്കിൽ ലോൺ എന്ന് വേണേൽ പറയാം, ലോണ് നൽകുന്നത്. ലോണെന്ന് പറയാൻ പാടില്ല, എന്നാലും മനസ്സിലാകാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, ഗവൺമെന്റിന്റെ അപ്രതീക്ഷിത ചെലവുകൾ നിർവഹിക്കുന്നത് എവിടെ നിന്നാണ്? അത് കണ്ടിൻജൻസി ഫണ്ടിൽ നിന്നാണ്. അപ്രതീക്ഷിത ചെലവുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ശരിക്കും എന്ത്? കണ്ടിൻജൻസി ഫണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ബാങ്കർ ആരാണ്? ജമ്മു കാശ്മീർ ഒഴികെ എല്ലാവരുടെയും ബാങ്കർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്കുമായി കരാറിലല്ലാത്ത സംസ്ഥാനം ഏതാണ്? അത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അടുത്ത ചോദ്യം, ഒരു സംസ്ഥാനത്തിന്റെ അധികാര പരിധിക്ക് പുറത്ത് ആ സംസ്ഥാനത്തിന് വേണ്ടി പണം സ്വീകരിക്കുന്നതും പണം അടയ്ക്കുന്നതും സാധാരണയായി ക്രമീകരിക്കുന്നത് ഇടപാട് നടക്കുന്ന സ്ഥലത്തെ ആരാണ്? ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ ഇടപാട് വേറൊരു സംസ്ഥാനത്ത് നടന്നാൽ അതിന്റെ പണം സ്വീകരിക്കുന്ന പണം അടയ്ക്കുന്നതും അത് റെഗുലറൈസ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചത്. ആ സംസ്ഥാനത്തെ അക്കൗണ്ടന്റ് ജനറലാണ്. ബന്ധപ്പെട്ട സംസ്ഥാനത്തെ അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം,
ഒരു സംസ്ഥാന ട്രഷറിയിൽ നിന്ന് നൽകുന്ന പ്രതിരോധ പെൻഷൻകാരുടെ പെൻഷൻ, അതായത് ഡിഫൻസ് പെൻഷനർ, ആദ്യം കണക്കാക്കുന്നത് സംസ്ഥാന അക്കൗണ്ടിലാണോ? ചോദ്യം ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്ന് ഒരു ഡിഫൻസ് പെൻഷനർക്ക് പെൻഷൻ കൊടുത്തു. അപ്പോൾ അത് സ്റ്റേറ്റ് ട്രഷറിയുടെ ബാധ്യതയല്ല ശരിക്കും, അല്ലേ? അപ്പോൾ ആ പെൻഷൻ ആദ്യം കണക്കാക്കുന്നത് സംസ്ഥാന അക്കൗണ്ടിലാണോ എന്നാണ്. ഇത് കേന്ദ്ര അക്കൗണ്ടിൽ വരേണ്ട ഒരു പെൻഷനാണ് ഈ ഡിഫൻസ് പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഡിഫൻസ് പെൻഷൻ ഒരു സംസ്ഥാന ട്രഷറിയിൽ നിന്ന് നൽകി. അങ്ങനെയെങ്കിൽ ആ പെൻഷൻ ആദ്യം കണക്കാക്കുന്നത് കേന്ദ്ര അക്കൗണ്ടിലാണോ സംസ്ഥാന അക്കൗണ്ടിലാണോ എന്ന ചോദ്യം. തീർച്ചയായിട്ടും സംസ്ഥാന അക്കൗണ്ടിലാണ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യം കേന്ദ്രത്തിന് വേണ്ടിയോ മറ്റൊരു സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ നടത്തുന്ന റെസീറ്റ് ആൻഡ് പേയ്മെന്റ്സ്, അത് ആ സമയത്ത് നമ്മൾ എവിടെ വെക്കും? അത് നമ്മുടെ സംസ്ഥാനത്തെ അക്കൗണ്ടിലാണ് കണക്കാക്കുക. അതിനുശേഷമാണ് അത് മറ്റ് കേന്ദ്രത്തിൻ്റെ നിന്നും തരംതിരിച്ച് പോകുന്നത് എന്നാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് ബന്ധപ്പെട്ട അത് എവിടെ നിന്നാണോ ആ പേയ്മെന്റ് നടത്തിയത് ആ സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിലാണ് അത് രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത്. പല വിധത്തിൽ ചോദിക്കാം, ശ്രദ്ധിച്ചോണേ. ഒരു കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയോ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ടോ നമ്മുടെ ഒരു സംസ്ഥാനത്ത് ഒരു പേയ്മെന്റോ റെസീറ്റോ നടന്നാൽ, പണം കൊടുക്കലോ പണം വാങ്ങലോ നടന്നാൽ ആദ്യം അത് എവിടെയാണ് അക്കൗണ്ട് ചെയ്യപ്പെടുക എന്ന്, അത് ആദ്യം അക്കൗണ്ട് ചെയ്തത് ഈ ഇടപാട് നടന്ന സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിലായിരിക്കും ആദ്യം ഇടപാട് നടത്തുന്നത്, അത് കണക്ക് അക്കൗണ്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ബാങ്ക്, അതായത് റിസർവ് ബാങ്കിന്റെ ഏജന്റ് എന്ന് പറയുമ്പോൾ തന്നെ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കറായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ പിന്നെ റിസർവ് ബാങ്കിന്റെ ശാഖ എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല. ഇവിടെ റിസർവ് ബാങ്കിന്റെ ഏജന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന ബാങ്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രഷറി സംബന്ധിച്ച ഒരു പത്രിക റിസർവ് ബാങ്കിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട്, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് സംബന്ധിച്ച ഒരു ഒരു പത്രിക, ഒരു സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓരോ മാസവും ആർക്ക് അയക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട്സ് വിഭാഗം ഓരോ മാസവും ആർക്കയക്കും? അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനാണ്, കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിനാണ് അയക്കുന്നത്. കൺട്രോളർ ജനറൽ ഓഫ് ഓഡിറ്റർ ആൻഡ് ജനറൽ ഓഫ് ഇന്ത്യ അല്ല, മറിച്ച് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിന് അയച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി, കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ലോസിംഗ് ബാലൻസ് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ, കാരണം ഈ നാഗ്പൂരിലുള്ള സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ മുഖാന്തരമാണ് എല്ലാ കണക്കുകളും എല്ലാ ബാങ്കുകളുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ നാഗ്പൂരാണ്. അപ്പോൾ ആ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ പിന്നെ ക്ലോസിംഗ് ബാലൻസ് സംബന്ധിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ മാസവും ആർക്ക് അയച്ചു കൊടുക്കും? കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിനാണ് അയച്ചു കൊടുക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെയും അടുത്ത ചോദ്യം, കേരള സർക്കാരിന്റെ ബാങ്കർ ആരാണ്? പെട്ടെന്ന് മാറിപ്പോയത്. കേരള സർക്കാരിന്റെ സംസ്ഥാനത്തിന്റെ ബാങ്കർ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെയും ഓരോ സംസ്ഥാന സർക്കാരുടെയും സമ്പൂർണ്ണ അക്കൗണ്ടുകൾ ബാങ്കിൽ പരിപാലിക്കുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി, കേന്ദ്ര ഗവൺമെന്റിന്റെയും ഓരോ സംസ്ഥാന സർക്കാരുകളുടെയും സമ്പൂർണ്ണ അക്കൗണ്ടുകൾ ബാങ്കിൽ പരിപാലിക്കുന്നത് ആരാണ് എന്നാണ് ചോദ്യം. അത് നാഗ്പൂരിലെ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും ഓരോ സംസ്ഥാന സർക്കാരുകളുടെയും പൂർണ്ണമായ അക്കൗണ്ടുകൾ ബാങ്കിൽ സൂക്ഷിക്കുന്നത് നാഗ്പൂരിലെ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരും. നാഗ്പൂരിലെ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ. അടുത്ത ചോദ്യം,
വ്യത്യസ്ത ഗവൺമെന്റുകൾ തമ്മിലുള്ള ഇടപാടുകൾ ക്രമീകരിക്കുന്നതിനുള്ള ഒരു പൊതു ക്ലിയറിംഗ് ഹൗസായി പ്രവർത്തിക്കുന്നത് ഏതാണ്? അതായത് വ്യത്യസ്ത ഗവൺമെന്റുകൾ തമ്മിലുള്ള ഇടപാടുകൾ, സംസ്ഥാനവും തമ്മിലുള്ള ഇടപാടുകൾ, അല്ലെങ്കിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഇടപാടുകൾ എന്നിവ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി, അത് ക്രമീകരിക്കാൻ ഒരു പൊതുവായിട്ടുള്ള ക്ലിയറിംഗ് ഹൗസായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്, ഏതാണ് എന്ന്. അതും ഇത് തന്നെയാണ് ഉത്തരം. ആ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് നാഗ്പൂരിലെ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനാണ്. അടുത്ത ചോദ്യം, ഓരോ മാസവും അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ബാങ്കിന്റെ ബുക്കുകളിലെ ഓരോ ഗവൺമെന്റിന്റെയും ക്ലോസിംഗ് ബാലൻസിന്റെ സ്റ്റേറ്റ്മെന്റ് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ആർക്കാണ് കൈമാറുന്നത്? നമ്മൾ പറഞ്ഞു, ഓരോ സ്റ്റേറ്റിന്റെയും വ്യത്യസ്ത സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, സ്റ്റേറ്റ് ടു സെൻട്രൽ, സെൻട്രൽ ടു സ്റ്റേറ്റ് അക്കൗണ്ടുകളൊക്കെ അത് പരിപാലിക്കുന്നത് നാഗ്പൂരിലെ റിസർവ് ബാങ്കിന്റെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷനാണ്. അപ്പോൾ ഓരോ മാസവും അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ ബാങ്കിന്റെ ഓരോ ബുക്കുകളിലെ ഓരോ ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ഈ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ, അതായത് നാഗ്പൂരിലെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓരോ മാസവും കഴിയുമ്പോഴും ഈ ക്ലോസിംഗ് ബാലൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ആർക്കാണ് കൈമാറുന്നതെന്നാണ്. ആ നാഗ്പൂരിലെ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ക്ലോസിംഗ് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് ആ ബന്ധപ്പെട്ട സംസ്ഥാനത്തെ അക്കൗണ്ട് ജനറലാണ് കൈമാറുന്നത്. ബന്ധപ്പെട്ട അക്കൗണ്ട് സെക്ഷനിലെ ബന്ധപ്പെട്ട സംസ്ഥാനത്തിലെ അക്കൗണ്ടന്റ് ജനറലാണ് കൈമാറുന്നത്. ഈ കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിന്റെ അക്കൗണ്ടന്റ് ജനറലാണ് കൈമാറുക. അടുത്ത ചോദ്യം, ഒരു അക്കൗണ്ട്സ് ഓഫീസിൽ പണമിടപാടായിട്ട് റെസീറ്റോ എക്സ്പെൻഡിച്ചറോ അല്ലെ വരവോ ചെലവോ ആയ സംബന്ധങ്ങൾക്കുള്ള ബുക്ക് അഡ്ജസ്റ്റ്മെന്റായി അമിത തുക അക്കൗണ്ട് സെക്ഷൻ റിസർവ് ബാങ്കിന്റെ ഡാഷ് വഴി നടത്തുന്നു. ഇതെല്ലാം അതാണ് ചോദ്യം. പണമിടപാടായി വരവ്, റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് വഴി അമിത തുക അക്കൗണ്ട് സെക്ഷന്റെ റിസർവ് ബാങ്കിന്റെ ഡാഷ്. റിസർവ് ബാങ്കിന്റെ അക്കൗണ്ടിന്റെ നമുക്ക് കണ്ടാൽ അപ്പം നമുക്ക് മനസ്സിലാക്കും അത് സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ മുഖാന്തരമാണ് നടത്തുന്നത്. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബാലൻസ് ഏതിന്റെ ഭാഗമാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്യാഷ് ബാലൻസ് ഏതിന്റെ ഭാഗമാണ്? അത് നമ്മുടെ പബ്ലിക് അക്കൗണ്ടിന്റെയും കണ്ടിജൻസി ഫണ്ടിന്റെയും കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെയും കൂടി ഭാഗമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ട്രഷറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന പണശേഖരം, ക്യാഷ് ബാലൻസ്. അടുത്ത ചോദ്യം, സെൻട്രൽ ട്രഷറികളിൽ ഉണ്ടാകുന്ന സംസ്ഥാന ഗവൺമെന്റ് ഇടപാടുകൾ പ്രാഥമികമായിട്ട് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? നോക്കണേ, നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു ഭാഗമാണ്. സെൻട്രൽ ട്രഷറികളിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഒരു ഇടപാട് നടന്നു. കേന്ദ്ര ട്രഷറിയിൽ, സെൻട്രൽ ട്രഷറിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഇടപാട് നടന്നു. അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് രേഖപ്പെടുത്തുന്നത്? അത് ആദ്യം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ പറയുന്നത്. അത് ഏത് ക്യാഷ് ബാലൻസിലാണ് രേഖപ്പെടുത്തുക? അത് നമ്മൾ രേഖപ്പെടുത്തുന്നത് കേന്ദ്ര ബാലൻസിലാണ്, സെൻട്രൽ ബാലൻസിലാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. നമ്മൾ പറഞ്ഞതാണെന്ന് ഓർമ്മിക്കണം. അത് ഒരു സംസ്ഥാനത്താണ് നടന്നതെങ്കിൽ, തമിഴ്നാടിന് വേണ്ടി കേരളത്തിലാണ് നടന്നതെങ്കിൽ ആദ്യം രേഖപ്പെടുത്തുന്നത് കേരളത്തിന്റെ അക്കൗണ്ടിലാണ്. കേരളത്തിന് വേണ്ടിയിട്ട് ആദ്യം കേന്ദ്രത്തിൽ ഒരു ഇടപാട് നടന്നാൽ അത് ആദ്യം രേഖപ്പെടുത്തുന്നത് സെൻട്രൽ ബാലൻസിലാണ്, കേരള ബാലൻസിലല്ല. അത് പിന്നീടാണ് അങ്ങനെ വരുന്നത്. അടുത്ത ചോദ്യം, വകുപ്പ് തലത്തിലുള്ള ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റ് എന്താണ്? ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവുകളുടെ പ്രതിമാസ വിവരത്തെയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, വകുപ്പ് തലത്തിലുള്ള ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. അങ്ങനെ വകുപ്പ് തലത്തിലുള്ള ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചെലവുകളുടെ പ്രതിമാസ വിവരം എന്നാണ് അർത്ഥം. വരവ് ചെലവുകളുടെ പ്രതിമാസ വിവരമാണ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാസാമാസങ്ങളിലെ മേജർ, മൈനർ, സബ് ആൻഡ് ഡീറ്റെയിൽ ഹെഡുകളുടെ നികുതി വരുമാനത്തിന്റെയും സർവീസ് പേയ്മെന്റിന്റെയും തുകകളുടെ ആകെ തുക സമാഹരിച്ച് കാണിക്കുന്നത് എന്താണ്? അപ്പോൾ
എല്ലാ ഹെഡിലെയും മേജർ, മൈനർ, സബ് ആൻഡ് ഡീറ്റെയിൽ ഹെഡുകളുടെ നികുതി വരുമാനവും സർവീസ് പേയ്മെന്റിന്റെയും തുകകളുടെ ആകെ തുക സമാഹരിച്ച് കാണിക്കുന്നതിനാണ് നമ്മൾ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട് എന്ന് പറയും. അത് ശ്രദ്ധിച്ചോണേ, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട്. അതിൽ എന്തൊക്കെ വരും? മേജർ, മൈനർ, സബ് ആൻഡ് ഡീറ്റെയിൽ ഹെഡിലെ നികുതി വരുമാനം, പിന്നെ സർവീസ് പേയ്മെന്റിന്റെയും ആകെ തുക, ഈ രണ്ടിന്റെയും തുകകളുടെ ആകെ തുക കൺസോളിഡേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൺസോളിഡേറ്റഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരേ വകുപ്പിന്റെ അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഏത് സ്വഭാവത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളും ഓരോ മാസവും ഉൾപ്പെടുത്തുന്നതിനെ എന്ത് വിളിക്കുന്നു? അത് ഓരോ വകുപ്പിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിനെ സംബന്ധിച്ച് ഏത് സ്വഭാവത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ ഇടപാടുകൾ ഓരോ മാസവും ഉൾപ്പെടുത്തുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പേയ്മെന്റുകൾ നടത്തുന്നതിനായി ട്രഷറിയിൽ നിന്നോ ബാങ്കിൽ നിന്നോ ലംസം തുക പിൻവലിക്കാൻ അധികാരമുള്ള ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അക്കൗണ്ടുകൾ പരിപാലിക്കുന്ന ആരാണ്? പേയ്മെന്റ് ട്രഷറിയിൽ നിന്ന് ലംസമായിട്ട് തുക പിൻവലിക്കാൻ അധികാരമുള്ള ചില ഡിപ്പാർട്ട്മെന്റുകൾ, ഒന്ന് PWD, മറ്റൊന്ന് വനം, മറ്റൊന്ന് ഹെൽത്ത് എഞ്ചിനീയറിംഗ് സെക്ഷൻ. ഈ 3 വിഭാഗങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രഷറിയിൽ നിന്ന് ലംസമായിട്ട് പണം പിൻവലിക്കാനുള്ള അധികാരമുണ്ട്. അവരുടെ കാര്യത്തിൽ അക്കൗണ്ടുകൾ പരിപാലിക്കുന്ന ആരാണെന്നാണ് ചോദ്യം. അത് ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥര് തന്നെയാണ് അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിമാസ അക്കൗണ്ടുകളുടെ പകർപ്പ് സമർപ്പിക്കുന്നത് ആര് വഴിയാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ഓരോ മാസമുള്ള അക്കൗണ്ടുകളുടെ പകർപ്പ് സമർപ്പിക്കുന്നത് അക്കൗണ്ട് ജനറൽ വഴിയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ നിയന്ത്രണത്തിലുള്ള ഏത് അക്കൗണ്ട് ഓഫീസും പരിശോധിക്കാൻ ആർക്കാണ് അധികാരം? C&Gക്ക് നമ്മൾ പറഞ്ഞതാണ്. ഗവൺമെന്റ് വരവുകൾ അടയ്ക്കുന്നത് എവിടാണ്? ഗവൺമെന്റിന് കിട്ടുന്ന റെസീറ്റുകളൊക്കെ അടയ്ക്കുന്നത് എവിടാ? ഒന്നുകിൽ ബാങ്കിൽ അല്ലെങ്കിൽ ട്രഷറികളിൽ. ബാങ്കിലും ട്രഷറിയിലുമാണ് അടയ്ക്കുന്നത്. അടുത്ത ചോദ്യം, പബ്ലിക് വർക്ക്സ്, ഫോറസ്റ്റ് വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ട്രഷറിയിലോ ബാങ്കിലോ അടയ്ക്കുമ്പോൾ ഈ വകുപ്പുകളുടെ വരവായി മാത്രം ട്രഷറിയിൽ കണക്കാക്കുന്നു. ഇത്തരം വരവുകളുടെ വിശദമായ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന ആരാണ്? മനസ്സിലായല്ലോ. PWD അല്ലെങ്കിൽ ഫോറസ്റ്റ്, ഈ വകുപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന റെസീറ്റുകൾ അല്ലെങ്കിൽ വരുമാനം ട്രഷറിയിലോ ബാങ്കിലോ അടയ്ക്കുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത് ആ വകുപ്പിന്റെ വരവായിട്ട് മാത്രം ട്രഷറിയിൽ കണക്കാക്കും. PWD ഇപ്പോൾ 2 ലക്ഷം, വനം വകുപ്പ് 2 ലക്ഷം, ഇത്ര മാത്രമേ ട്രഷറിയിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ഇതിന്റെ വിശദമായ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അത് ആ ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥര് തന്നെയാണ് കണക്കുകൾ സൂക്ഷിക്കുന്നത്. ഇത് ആ 3 ഡിപ്പാർട്ട്മെന്റിനുള്ള പ്രത്യേകത. PWDക്കും വനത്തിനും ഹെൽത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനും. അടുത്ത ചോദ്യം, ട്രഷറിയിൽ ഡാഷ് വകുപ്പിന്റെയും വരവുകളുടെയും ചെലവുകളുടെയും വിശദമായ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നില്ല. ട്രഷറിയിൽ ഏതൊക്കെ വകുപ്പിന്റെയാ? PWD, ഫോറസ്റ്റ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം. ഈ 3 വകുപ്പുകളുടെ വരവുകളുടെയും പേയ്മെന്റിന്റെയും ചെലവുകളുടെയും പണം കൊടുക്കലിന്റെയും വിശദമായ അക്കൗണ്ടുകൾ ട്രഷറിയിൽ സൂക്ഷിക്കുന്നില്ല. ഓർമ്മിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ചില വകുപ്പ് തല ഉദ്യോഗസ്ഥർക്ക് പേയ്മെന്റുകൾ നടത്തുന്നതിനായി ബാങ്കിൽ നിന്നും തുക ലംസമായി പിൻവലിക്കാൻ അധികാരമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകൾക്ക്. അത്തരം ഇടപാടുകളുടെ പ്രാഥമിക അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് എവിടാണ്? വീണ്ടും അതേ ചോദ്യമാണ്. അത് ആ വകുപ്പ് തല ഉദ്യോഗസ്ഥൻ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്നാൽ എന്ത്? വീണ്ടും അനദർ ക്വസ്റ്റ്യൻ. ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്നാൽ എന്താണ്? അതായത് എല്ലാ വരവുകളുടെയും പേയ്മെന്റുകളുടെയും പ്രതിമാസ ഇടപാടുകളെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. എല്ലാ റെസീറ്റുകളുടെയും പേയ്മെന്റുകളുടെയും പ്രതിമാസ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഇടപാട് മൊത്തം പറയുന്നതിനാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ പറയുന്നില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 തവണ കേട്ടാൽ തന്നെ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.